ഹായ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതിന് മുന്നേ അപ്ലോഡ് ചെയ്ത വീഡിയോ കണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിലെ അത് വളരെ ടഫായിട്ട് തോന്നിയ പലർക്കും തോന്നുന്ന ഒരു ചാപ്റ്ററാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച പ്രീവിയസ് ഇയറിലെ ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ച കുറച്ച് ക്വസ്റ്റ്യൻസ് അത് ഏത് ഭാഗത്താണെന്ന് സെലക്ട് ചെയ്തിട്ട് ആ ഒരു ഭാഗം നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരാനും അതിൽ നിന്നും വന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഓക്കെ, യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാം. ഇത് വെച്ച് തന്നെ കൂടെ തന്നെ പഠിച്ചു പോകാം. ഓക്കെ, കുറച്ച് ദിവസം അല്ലേ ഉള്ളൂ എന്ന രീതിയിൽ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. ഈ ഉള്ള ദിവസം നമുക്ക് പറ്റുന്ന രീതിയിൽ പഠിച്ചെടുത്താൽ തന്നെ നിങ്ങൾക്ക് നല്ലപോലെ സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു ഭാഗം മനസ്സിലാക്കിയെടുക്കുക. ഈ വീഡിയോ കണ്ടതിന് ശേഷം ആ ഒരു ഭാഗം നന്നായി പഠിക്കുക. ഇതിൽ തന്ന ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാൻ പറ്റുമോ നോക്കാം. അതേപോലെ ഏതെങ്കിലും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഈ പാർട്ടിൽ നിന്ന് എന്നുകൂടെ നിങ്ങൾ എൻഷുർ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ഏതാണ് കാർബൺ ആൻഡ് ഇറ്റ്സ് കോമ്പൗണ്ട്സ്, 4ാമത്തെ ചാപ്റ്ററാണ്. അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് സ്റ്റാർട്ടിങ് മുതലൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. അതിലെ കോർ സബ്ജക്റ്റ് ആയിട്ടുള്ള കോർ ടോപ്പിക് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എടുക്കാൻ പോകുന്നത്. അതാണ് സം ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ കോമ്പൗണ്ട്സ് എന്നൊരു ഭാഗം, എത്തനോളും എത്തനോയിക് ആസിഡും ഒക്കെ ആയിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഭാഗമൊക്കെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഒരു മിനിറ്റ്, പേജ് ഡൗൺ ലോഡായി വരുന്നേ ഉള്ളൂ. യെസ്, ഈ ഒരു ഭാഗമാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്. അതായത് സം ഇമ്പോർട്ടൻറ്റ് കാർബൺ കോമ്പൗണ്ട്സ്, എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്, അതാണ് എടുക്കാൻ പോകുന്നത്. റെഡി അല്ലേ? നന്നായി ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ഈ ഒരു ഭാഗം ഞാൻ എടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് നോക്കാം. അതേപോലെ നമുക്ക് വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ഇതുപോലെ തന്നെ കവർ ചെയ്യാം. സം ഇമ്പോർട്ടൻറ്റ് കാർബൺ കോമ്പൗണ്ട്സ്, എത്തനോൾ ആൻഡ് എത്തനോയിക് ആസിഡ്. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോൾ ആണ്. ഓക്കെ, പ്രോപ്പർട്ടീസ് ഓഫ് എത്തനോൾ. എത്തനോൾ ഇസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. എത്തനോൾ ഇസ് ലിക്വിഡ് അറ്റ് റൂം ടെമ്പറേച്ചർ. പിന്നെ അതിൻ്റെ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് ലോ ആണ്. എത്തനോളിനെ നമുക്ക് കോമൺലി ആൽക്കഹോൾ എന്ന് പറയാം. ആൻഡ് ഇറ്റ് ഈസ് ദ ആക്റ്റീവ് ഇൻഗ്രീഡിയൻറ്റ് ഓഫ് ഓൾ ആൽക്കഹോളിക് ഡ്രിങ്ക്സ്. എല്ലാ ആൽക്കഹോളിക് ഡ്രിങ്ക്സിലെ ആക്റ്റീവ് ഇൻഗ്രീഡിയൻ്റ് ആണ് എത്തനോൾ. അതിൽ കൂടാതെ ബിക്കോസ് ഇറ്റ് ഇസ് എ ഗുഡ് സോൾവെന്റ്, അല്ലേ, അതൊരു നല്ലൊരു സോൾവെന്റ് ആണ്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ഇൻ മെഡിസിൻ സച്ച് ആസ് ടിങ്ചർ അയോഡിൻ, കഫ് സിറപ്പ് ആൻഡ് മെനി ടോണിക്സ്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ക്ലൂ ആണ്. ക്വസ്റ്റ്യനിൽ ചിലപ്പോൾ ഇതൊക്കെ ആയിരിക്കും തന്നിട്ടുണ്ടാവുക. Then ethanol is also soluble in water in all proportion. എല്ലാ പ്രൊപ്പോർഷനിലും വാട്ടറിലും soluble ആയിരിക്കും. Consumption of small quantities of dilute ethanol causes drunkenness. അറിയാമല്ലോ. Even though this practice is condemned, it is a socially widespread practice. അല്ലേ, അത് നമ്മൾ ചെയ്യരുത് എന്ന് പറഞ്ഞാലും പലരും ചെയ്യുന്നൊരു ആക്ടിവിറ്റിയാണ്. However, intake of even a small quantity of pure ethanol, പ്യുവർ എത്തനോളിനെ പറയുന്ന പേരാണ് ആബ്സല്യൂട്ട് ആൽക്കഹോൾ, ക്യാൻ ബി ലീതൽ. ഓൾസോ ലോങ് ടേം കൺസംഷൻ ഓഫ് ആൽക്കഹോൾ ലീഡ്സ് ടു മെനി ഹെൽത്ത് പ്രോബ്ലംസ്. നമുക്കറിയാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്തനോളിൻ്റെ റിയാക്ഷൻസ് ആണ്. അതിൽ ഒന്നാമത്തെ റിയാക്ഷൻ പറഞ്ഞുതരാം, റിയാക്ഷൻ വിത്ത് സോഡിയം. ഇതെല്ലാം നോക്കി വെച്ചോളൂ കേട്ടോ, അതെല്ലാം നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വരും. അപ്പം ഞാൻ ഈ പറയുന്നത് ശ്രദ്ധിച്ച് അത് പഠിച്ചിട്ട് വേണം ആ ക്വസ്റ്റ്യൻ ചെക്ക് ചെയ്യാൻ, ആൻസർ ഇട്ടുണ്ടോയെന്ന്. ഇതിപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഉത്തരം കിട്ടും. സോഡിയം എത്തനോളുമായിട്ടുള്ള റിയാക്ഷൻ. സോ സോഡിയം ഇസ് ആഡഡ് ടു എത്തനോൾ. എത്തനോളിൻ്റെ ഫോർമുല അറിയാത്തവർ പഠിച്ചു വെക്കൂ. 2 കാർബൺ ആണുള്ളത്. OH ആണ് ഫങ്ഷണൽ ഗ്രൂപ്പ്. ഫോർമുല ഇതാണ്, CH3CH2OH. ക്ലിയർ? CH3CH2OH, 2 കാർബൺ, അതുകൊണ്ടാണ് OH ഗ്രൂപ്പ് വന്നു, അതുകൊണ്ടാണ് എത്തനോൾ. ഇനി നിങ്ങൾക്ക് അതിൻ്റെ സ്ട്രക്ചർ വരയ്ക്കാൻ അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. CH3CH2OH, ഇതാണ് അതിൻ്റെ സ്ട്രക്ചറോടെ വരയ്ക്കാൻ ചോദിക്കും. ക്ലിയർ അല്ലേ? ഇനി നോക്കൂ, എത്തനോള് സോഡിയമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റ് ഏതാണ്? സോഡിയം എത്തോക്സൈഡ്. ഫോർമുല നോക്കൂ, CH3CH2ONA, CH3CH2ONA. ഓക്കെ അല്ലേ? ഇനി
ആൻഡ് അതിൻ്റെ കൂടെ തന്നെ ഹൈഡ്രജൻ കിട്ടുന്നു. സോ ആൽക്കഹോൾ റിയാക്ട് വിത്ത് സോഡിയം ലീഡിങ് ടു ദ എവല്യൂഷൻ ഓഫ് ഹൈഡ്രജൻ. വിത്ത് എത്തനോൾ ദ അതർ പ്രൊഡക്ട്സ് ഇറ്റ് സോഡിയം എത്തോക്സൈഡ്. എത്തനോൾ ആയതുകൊണ്ട് സോഡിയത്തിൻ്റെ കൂടെ റിയാക്ട് ചെയ്യുമ്പോൾ ഇനിയൊരു പ്രോഡക്റ്റ് ഏത് കിട്ടിയത്? സോഡിയം എത്തോക്സൈഡ്. സോഡിയം എത്തോക്സൈഡ്. ക്ലിയർ? ഇനി അടുത്ത റിയാക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു റിയാക്ഷനാണ്. എത്തനോളിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുന്നു. സി ഹീറ്റിംഗ് എത്തനോൾ അറ്റ് 443 കെൽവിൻ. ഹീറ്റിംഗ് എത്തനോൾ അറ്റ് 443 കെൽവിൻ. ഏതിന്റെ പ്രസൻസിൽ? വിത്ത് എക്സസ് ഓഫ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. വിത്ത് എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഡീഹൈഡ്രേഷൻ ഓഫ് എത്തനോൾ. വാട്ട് ഇസ് ഡീഹൈഡ്രേഷൻ? നമുക്ക് ഡീഹൈഡ്രേഷൻ ആവുന്നതെന്ന് പറഞ്ഞാൽ എന്താ? നമ്മുടെ ശരീരത്തിലെ വെള്ളമൊക്കെ പോകുന്നു എന്നല്ലേ അർത്ഥം. അതേപോലെ എത്തനോളിൻ്റെ വാട്ടർ മോളിക്യൂൾ, എത്തനോളിൽ നിന്നും വാട്ടർ മോളിക്യൂൾ എല്ലാം റിമൂവ്ഡ് ആയിട്ട് ഫൈനലി വി വിൽ ഗെറ്റ് എത്തീൻ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ എത്തീൻ. ക്ലിയർ? നോക്കൂ, എത്തനോൾ in presence of concentrated sulfuric acid at 443 Kelvin we will get ethene and water is removed. ഇവിടെ വെള്ളം റിമൂവ്ഡ് ആയാലോ, അതുകൊണ്ട് ഈ പ്രോസസ്സിനെ ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. ഇവിടെ എത്തനോളിൻ്റെ യൂസ് എന്താ? എത്തനോളിൻ്റെ യൂസ് ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു. ക്ലിയർ അല്ലേ? മനസ്സിലായോ? ഇനി അടുത്തൊരു റിയാക്ഷൻ നോക്കൂ. അടുത്തത് നമ്മൾ എത്തനോയിക് ആസിഡിൻ്റെ ആണ്. അതിനു മുന്നേ എത്തനോളിന് ഇനിയും ഒരു 2 റിയാക്ഷൻ കൂടി ഉണ്ട്. ഞാൻ അതുകൂടെ പറയട്ടെ, കാരണം അതും ഇതുമായിട്ട് കണക്റ്റഡ് ആണ്. നോക്കൂ, എത്തനോൾ കമ്പഷൻ റിയാക്ഷൻ. ഓക്കെ, വൺ ഓഫ് ദി ഇമ്പോർട്ടൻറ്റ് കെമിക്കൽ പ്രോപ്പർട്ടി ആണ് കമ്പഷൻ. Ethanol burns in air to produce carbon dioxide, water and heat and light. Ethanol burns in air to produce carbon dioxide, water and heat and light. അതൊരു റിയാക്ഷൻ. അപ്പോൾ എത്തനോളിനെ നമ്മൾ ഓക്സിജൻ്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഓക്സിജൻ അബ്സോർബ് ചെയ്യും, എന്നിട്ട് കാർബൺ ഡൈ ഓക്സൈഡും വാട്ടറും ഉണ്ടാവും, ഹീറ്റും ലൈറ്റും ഉണ്ടാവും. ഈ എത്തനോളിൻ്റെ ഇനിയൊരു പ്രോപ്പർട്ടി കൂടി ഉണ്ട്, അതാണ് ഓക്സിഡേഷൻ റിയാക്ഷൻ. അവിടെ നോക്കൂ, ഈ ഓക്സിഡേഷനിൽ ethanol converted to, that is alcohol is converted to carboxylic acid. അതിനെ നമ്മൾ പഠിച്ച എക്സാമ്പിൾ ethanol ethanoic acid ആവുന്ന റിയാക്ഷൻ ആണ്. നോക്കൂ, ഓക്സിഡേഷൻ എന്താണ്? ആൽക്കഹോൾ is converted to carboxylic acid. ഇവിടെ ethanol is converted to ethanoic acid. ഇനി പ്രൊപ്പനോൾ ആണെങ്കിലോ പ്രൊപ്പനോയിക് ആസിഡ്. കാർബോക്സിലിക് ആസിഡ് ആണ് CH3COOHലെ ഫങ്ഷണൽ ഗ്രൂപ്പ്. ഇതിന്റെ പേര് എത്തനോയിക് ആസിഡ് എന്നാണ്. ഇത് എത്തനോൾ ആണ്. ഈ എത്തനോളിനെ ഏതിന്റെ പ്രസൻസിലാണ് ട്രീറ്റ് ചെയ്യുന്നത്? ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7. K2Cr2O7 പറഞ്ഞാൽ എന്താ? പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. KMnO4 പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇത് രണ്ടിൻ്റെയും പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓക്സിജൻ ആഡ് ആവും. ഇതൊരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ് ഇവർ രണ്ടും. അപ്പോൾ ആൽക്കഹോളിനെ കൺവേർട്ട് ചെയ്തിട്ട് കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റും. എത്തനോൾ ഇസ് കൺവേർട്ടഡ് ടു എത്തനോയിക് ആസിഡ്. അപ്പോൾ 2 റിയാക്ഷൻ ഓൾറെഡി പഠിച്ചു. മൂന്നാമത്തത് അസോഡിയം ആയിട്ടുള്ള റിയാക്ഷൻ പഠിച്ചു. നാലാമത്തത് എന്ത് പഠിച്ചു നമ്മൾ? ethanol burns in air to produce, ethanol reacts with the concentrated sulfuric acid at 443 Kelvin to give ethene. Ethanol burns in oxygen, carbon dioxide and water. Ethanol undergoes oxidation, ethanoic acid. Ethanol reacts with sodium, sodium ethoxide and hydrogen. Ethanol on heating, that is dehydration, that is in the presence of excess concentrated sulfuric acid, we will get ethene. ഇതൊക്കെയാണ് എത്തനോളിൻ്റെ കെമിക്കൽ റിയാക്ഷൻ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എത്തനോയിക് ആസിഡിൻ്റെ ആണ്. ശ്രദ്ധിച്ചു കേട്ടോളൂ. എത്തനോയിക് ആസിഡ് CH3COOH, ഇതാണ് അതിൻ്റെ ഫോർമുല. ക്ലിയർ അല്ലേ? ഇനി അതിൻ്റെ സ്ട്രക്ചർ നോക്കൂ. CH3 C ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് OH CH3COOH എത്തനോയിക് ആസിഡ്. ക്ലിയർ അല്ലേ? ഇനി എന്താണ് നോക്കൂ എത്തനോയിക് ആസിഡിനെ കുറിച്ച് പറയുന്നത്. എത്തനോയിക് ആസിഡ് ഇസ് കോമൺലി കോൾഡ് അസറ്റിക് ആസിഡ്. കണ്ടോ, അസറ്റിക് ആസിഡ് എന്നാണ് നമ്മൾ പറയുന്നത്. ആൻഡ് ഇറ്റ് ബിലോങ്സ് ടു എ ഗ്രൂപ്പ് ഓഫ് ആസിഡ് കോൾഡ് കാർബോക്സിലിക് ആസിഡ്. നമ്മളിപ്പോൾ ആൽക്കഹോൾ എന്ന ഒരു ഫാമിലിയിലെ ഒരു മെമ്പറാണ് എത്തനോൾ. അതേപോലെ കാർബോക്സിലിക് ആസിഡ് എന്ന ഒരു ഫാമിലിയിലെ മെമ്പറാണ് എത്തനോയിക് ആസിഡ്. 5 to 8% ഓഫ് സൊല്യൂഷൻ ഓഫ് അസറ്റിക് ആസിഡ് ഇൻ വാട്ടർ ഇസ് കോൾഡ് വിനീഗർ. നമ്മൾ അച്ചാറിലൊക്കെ ഉണ്ടാക്കാൻ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യില്ലേ വിനാഗിരി, വിനീഗർ ആക്ച്വലി കെമിക്കൽ എന്താണ്? ഇറ്റ് ഇസ് 5 to 8% ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ വാട്ടർ.
അതായത് 100 ml ആയിട്ടുള്ള സൊല്യൂഷൻ എടുക്കുകയാണെങ്കിൽ അതിൽ 5% 5 ml എത്തനോയിക് ആസിഡും ബാക്കി 95 ml വാട്ടർ ആണെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യില്ലേ, അതിനെയാണ് വിനീഗർ എന്ന് പറയുന്നത്. സോ 5 to 8% ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ വാട്ടർ ഈസ് നോൺ ആസ് വിനീഗർ. ദെൻ അതിന്റെ മെൽറ്റിംഗ് പോയിന്റ് ഒരു പ്രത്യേകതയുണ്ട്. പ്യോർ എത്തനോയിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 290 കെൽവിൻ ആണ്. പ്യോർ എത്തനോയിക് ആസിഡിന്റെ മെൽറ്റിംഗ് പോയിന്റ് 290 കെൽവിൻ ആണ്. Hence, then and hence it often freezes during winter in cold climate. അതുകൊണ്ട് തന്നെ അത് കോൾഡ് ക്ലൈമറ്റ് ടൈമിൽ പെട്ടെന്ന് ഫ്രീസ് ആയിട്ട് സോളിഡ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യും. സോ ഇതിന്റെ നെയിം ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ് എന്ന് വന്നു. അതുകൊണ്ട് ഇതിന്റെ പേരെന്തായി മാറി? ഗ്ലേഷ്യൽ അസറ്റിക് ആസിഡ്. ക്ലിയർ ആയോ? മനസ്സിലായില്ലേ? ഇനി പറയാനുള്ളത്, the group of organic compounds called carboxylic acid are obviously characterized by their acidic nature. However, unlike mineral acid like HCl, which are completely ionized, carboxylic acids are weak acid. നമ്മൾ ഈ പറയുന്ന കാർബോക്സിലിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. കാരണം they do not ionize completely to form H+ ion. ആസിഡ് എന്താ അയണൈസ് ചെയ്തിട്ട് H+ ion റിലീസ് ചെയ്യും. എന്നാൽ കംപ്ലീറ്റ് അയനൈസേഷൻ നടക്കുന്നത് സ്ട്രോങ് ആസിഡ് എന്നും പാർഷ്യൽ അയനൈസേഷൻ നടക്കുന്നതിന് നമ്മൾ എന്ത് പറയും? വീക്ക് ആസിഡ് എന്ന് പറയും അല്ലേ. അപ്പൊ അത് കാർബോക്സിലിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് ആണ്. ഇനി കാർബോക്സിലിക് ആസിഡിന്റെ പ്രോപ്പർട്ടി, അതായത് എത്തനോയിക് ആസിഡിന്റെ പ്രോപ്പർട്ടി മെയിൻ ആയിട്ടും പഠിക്കാനുള്ളത് എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ആണ്. എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ ഇവിടെ നോക്കൂ. എസ്റ്റേഴ്സ് ആർ മോസ്റ്റ് കോമൺലി ഫോംഡ് ബൈ റിയാക്ഷൻ ഓഫ് ആൻ ആസിഡ് ആൻഡ് ആൻ ആൽക്കഹോൾ. ഒരു ആസിഡും ആൽക്കഹോളും തമ്മിൽ റിയാക്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് എസ്റ്റർ കിട്ടുന്നത്. സോ എസ്റ്റർ ഇസ് കമ്പൈൻഡ് ഫോം ഓഫ് ആസിഡ് ആൻഡ് ആൽക്കഹോൾ. ഒരു ആസിഡും ഒരു ആൽക്കഹോളും കമ്പൈൻ ചെയ്യുമ്പോൾ എസ്റ്റർ കിട്ടുന്നു. ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്നത് എത്തനോയിക് ആസിഡ് ആണ്. CH3COOH. എത്തനോൾ CH3CH2OH. ഓക്കെ, CH3COOH എത്തനോയിക് ആസിഡ്, CH3CH2OH എന്താ? എത്തനോൾ. ഇത് ആസിഡിന്റെ പ്രസൻസിൽ നമുക്ക് എസ്റ്റർ എന്നൊരു കോമ്പൗണ്ട് ഫോം ചെയ്യുന്നു. എസ്റ്ററിന്റെ സ്ട്രക്ചർ നോക്കൂ. CH3 C ഡബിൾ ബോണ്ട് O COO ആണ് എസ്റ്ററിന്റെ ഫങ്ഷണൽ ഗ്രൂപ്പ്. CH2 CH3 അതിന്റെ കൂടെ എന്ത് റിമൂവ്ഡ് ആയി? വാട്ടർ റിമൂവ്ഡ് ആയി. സോ ഇൻ ദ പ്രസൻസ് ഓഫ് ആസിഡ് വാട്ടർ ഇസ് റിമൂവ്ഡ് ആൻഡ് എത്തനോയിക് ആസിഡ് ആൻഡ് എത്തനോൾ കമ്പൈൻ ടു ഫോം എസ്റ്റർ. ഓക്കെ, ദിസ് ഇസ് ദ സ്ട്രക്ചർ ഓഫ് എസ്റ്റർ. ഈ എസ്റ്ററിന്റെ പേര് ഈഥൈൽ എത്തനോയേറ്റ് എന്നാണ്. ഈഥൈൽ എത്തനോയേറ്റ്. CH3 COO CH2 CH3. Generally, esters are sweet smelling substances. Esters പൊതുവെ സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ആണ് എന്നാണ് അറിയപ്പെടുന്നത്. These are used in making perfumes and flavoring agents. ഫ്ലേവറിംഗ് ഏജൻസ് ആയിട്ടും പെർഫ്യൂംസ് ആയിട്ടൊക്കെ യൂസ് ചെയ്യാറുണ്ട്. അതിലൊക്കെ ആഡ് ചെയ്യാറുണ്ട്. കാരണം എന്താ? പ്ലസന്റ് സ്മെല്ലാണ്. ഇനി ഓൺ ട്രീറ്റിംഗ് വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് വിച്ച് ഇസ് ആൻ ആൽക്കലി. ഇനി നമ്മൾ ഈ പറഞ്ഞ എസ്റ്ററിനെ സോഡിയം ഹൈഡ്രോക്സൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, ഇപ്പം എസ്റ്റർ ആയത് എങ്ങനെയാണ്? ആസിഡിന്റെ പ്രസൻസിൽ. ഇനി എസ്റ്ററിനെ നമ്മൾ സോഡിയം ഹൈഡ്രോക്സൈഡിന്റെ പ്രസൻസിൽ ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ, when you treat ester in presence of sodium hydroxide, എന്തായിട്ടാ മാറുന്നേ? തിരിച്ച് എന്തായി മാറും? അത് തിരിച്ച് നമുക്ക് ഏതാണോ ആസിഡ് അതിന്റെ സോഡിയം സോൾട്ടും ഏതാണോ ആൽക്കഹോൾ അതും ഫോം ആവും. ബാക്ക് ടു ആൽക്കഹോൾ ആൻഡ് സോഡിയം സോൾട്ട് ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഈ റിയാക്ഷനെ നമ്മൾ സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. ബിക്കോസ് ഇറ്റ് ഇസ് യൂസ്ഡ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് സോപ്പ്. ഇനി സോപ്സ് എന്താ ശരിക്കും? സോപ്പിന്റെ കെമിക്കൽ നെയിം എന്താ? മീൻസ് കെമിക്കലി വാട്ട് ഇസ് സോപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സോപ്സ് ആർ സോഡിയം ഓർ പൊട്ടാസ്യം സോൾട്ട് ഓഫ് ലോങ് ചെയിൻ ഓഫ് കാർബോക്സിലിക് ആസിഡ്. ഇവിടെ 2 കാർബൺ ഉള്ള കാർബോക്സിലിക് ആസിഡ് അല്ലേ അതല്ലേ ഉള്ളത്? ഇത് സോപ്പ് എന്ന് പറയുന്നത് ഒരു ലോങ് ചെയിൻ കാർബോക്സിലിക് ആസിഡിന്റെ സോഡിയം അല്ലെങ്കിൽ പൊട്ടാസ്യം സോൾട്ടിനെയാണ് നമ്മൾ സോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സോപ്പിന്റെ പ്രിപ്പറേഷനിലും ഈ പറഞ്ഞൊരു റിയാക്ഷൻ എസ്റ്ററിനെ ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന പോലെയുള്ള ഒരു റിയാക്ഷൻ ആണുള്ളത്. അതുകൊണ്ട് ഇതിനെ സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നു. ഇതാണ് സാപ്പോണിഫിക്കേഷൻ റിയാക്ഷൻ. CH3COO CH2 CH3 ഇങ്ങനെ C2H5 എന്ന് എഴുതി. ഇൻ പ്രസൻസ് ഓഫ് ബേസ് എന്തായി മാറുന്നു? C2H5OH CH3COO ആയിട്ട് മാറുന്നു.
ഇനി നമ്മൾ ഈ കാർബോക്സിലിക് ആസിഡിൻ്റെ തന്നെ, അതായത് എത്തനോയിക് ആസിഡിൻ്റെ മറ്റു പ്രോപ്പർട്ടീസ് ആണ്, അതുകൂടെ പറഞ്ഞിട്ട് വേണം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാൻ. റിയാക്ഷൻ വിത്ത് ബേസുമായിട്ടുള്ള റിയാക്ഷൻ നോക്കൂ. എത്തനോയിക് ആസിഡ് ആസിഡ് അല്ലേ, അത് ബേസുമായി റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? അതായത് ബേസ് സോഡിയം ഹൈഡ്രോക്സൈഡ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് സോൾട്ടും വാട്ടറും കിട്ടുന്നു. സോൾട്ട് ആൻഡ് വാട്ടർ ഇസ് ഫോം. NaOH plus CH3COOH gives CH3COONA plus H2O കിട്ടുന്നു. ഇനി അടുത്തത് നോക്കൂ. റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്. റിയാക്ഷൻ വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ് ആണ്. എത്തനോയിക് ആസിഡ് റിയാക്ട്സ് വിത്ത് കാർബണേറ്റ്സ് ആൻഡ് ഹൈഡ്രജൻ കാർബണേറ്റ്സ് ടു ഗിവ് റൈസ് ടു salt, carbon dioxide and water. Salt, water, carbon dioxide. അതായത് ഒരു മെറ്റൽ കാർബണേറ്റോ മെറ്റൽ ബൈകാർബണേറ്റിൻ്റെയോ കൂടെ ആസിഡ് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ വി വിൽ ഗെറ്റ് 3 പ്രോഡക്ട്സ്: സോൾട്ട്, വാട്ടർ, കാർബൺ ഡയോക്സൈഡ്. ഇവിടെ അത് തന്നെയാണ് നോക്കൂ. എത്തനോയിക് ആസിഡ് CH3COOH പ്ലസ് Na2CO3 സോഡിയം കാർബണേറ്റ് ഗീവ്സ് സോഡിയം അസറ്റേറ്റ് പ്ലസ് വാട്ടർ ആൻഡ് കാർബൺ ഡയോക്സൈഡ്. ക്ലിയർ? ഇവിടെ നോക്കൂ, സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ് ആണെങ്കിൽ CH3COONA H2O plus CO2. മനസ്സിലായോ? ക്ലിയർ അല്ലേ? ഇത്രയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇനി ഞാൻ ഇതിനെ ബേസ് ചെയ്തുള്ള ക്വസ്റ്റ്യൻസ് പറഞ്ഞുതരാം. ഇവിടെ നോക്കൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: റൈറ്റ് ദ നെയിം ആൻഡ് മോളിക്കുലർ ഫോർമുല ഓഫ് എ കൊമേഴ്ഷ്യലി ഇമ്പോർട്ടൻറ്റ് കാർബൺ കോമ്പൗണ്ട് ഹാവിംഗ് ഫങ്ഷണൽ ഗ്രൂപ്പ് OH. നമ്മളിപ്പോൾ പഠിച്ച ആൽക്കഹോൾ ഏതാ? ആകെ നമ്മൾ ഒരു ആൽക്കഹോളിനെ കുറിച്ചല്ലേ പഠിച്ചുള്ളൂ. അതിന് കുറേ കമേഴ്ഷ്യൽ ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ? ടോണിക്സിലും സിറപ്സിലും പിന്നെന്താണ് ടിങ്ചറാഡിനിലും ഇതെല്ലാം യൂസ് ചെയ്യുന്നു നമ്മൾ പറഞ്ഞിരുന്നു. മെനി ആൽക്കഹോളിക് ഡ്രിങ്ക്സിലുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ആ ഒരു ആൽക്കഹോളിൻ്റെ പേരെന്താണെന്നാണ് ചോദ്യം. നെയിം എന്താണ്? ഉത്തരം പറയൂ. എത്തനോൾ. കണ്ടോ, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് അറിയാം അല്ലേ? നമ്മൾ ആ ടോപ്പിക്ക് പഠിച്ചു, ഉടനെ ഒരു ക്വസ്റ്റ്യൻ കിട്ടി, നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഫോർമുല നോക്കൂ. CH3CH2OH. ക്ലിയർ അല്ലേ? ഇനി റൈറ്റ് കെമിക്കൽ ഇക്വേഷൻ ടു ഷോ ദ റിയാക്ഷൻ ഓഫ് എബവ് മെൻഷൻ കോമ്പൗണ്ട് വിത്ത് എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ്. ഓർക്കുന്നുണ്ടോ? ഇപ്പം നമ്മൾ പറഞ്ഞിരുന്നു, എത്തനോൾ എക്സസ് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? CH3CH2OH on treating with concentrated sulfuric acid H2SO4 at 443 Kelvin dehydration reaction takes place. ഇതിലെ വാട്ടർ റിമൂവ്ഡ് ആവും ആൻഡ് CH2 ഡബിൾ ബോണ്ട് CH2 ഉണ്ടാവുന്നു. എന്താ അതിൻ്റെ പേര്? ഓർക്കുന്നില്ലെങ്കിൽ ഇത് വീണ്ടും ബാക്ക് അടിച്ചിട്ട് ആ ഭാഗം പഠിച്ചിട്ട് വേണം ഇത് ചെയ്യാൻ കേട്ടോ. എത്തീൻ ഉണ്ടാവുന്നു. ക്ലിയർ അല്ലേ? ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഓവർ. ഇനി അടുത്ത് നോക്കൂ. ഈ എത്തനോള് ആസിഡ് കാറ്റലിസ്റ്റുമായിട്ട് റിയാക്ട് ചെയ്യുന്നു. എത്തനോൾ റിയാക്ട്സ് വിത്ത് എത്തനോയിക് ആസിഡ് ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ്. അതും പറഞ്ഞിരുന്നതാണ്. നമ്മൾ എത്തനോയിക് ആസിഡിന്റെ പ്രോപ്പർട്ടീസിൽ പറഞ്ഞില്ലേ? എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. എത്തനോയിക് ആസിഡ് റിയാക്ട് ചെയ്യുന്നു ആസിഡിന്റെ പ്രസൻസിൽ. എന്നിട്ട് നമുക്ക് കിട്ടുന്ന എസ്റ്റർ, ഞാൻ പ്രോഡക്റ്റ് മാത്രം ഫോർമുല എഴുതുകയാണ്. CH3COOCH2CH3 ഈഥൈൽ എത്തനോയേറ്റ് പ്ലസ് വാട്ടർ. ഓർമ്മയുണ്ടോ? ബാക്കിലേക്ക് പോകണോ? ഈ പറഞ്ഞ റിയാക്ഷൻ ഓർമ്മയുണ്ടോ? ഇതാ നോക്കൂ. ഒരു മിനിറ്റ്. കേട്ടോ. ഈ ഒരു റിയാക്ഷൻ ഓർമ്മയില്ലേ? എത്തനോയിക് ആസിഡും എത്തനോളായിട്ടുള്ള റിയാക്ഷൻ C3COOH plus CH3CH2OH gives in presence of acid catalyst we will get ethyl ethanoate CH3COOCH2CH3 plus H2O. ഓർമ്മയുണ്ടല്ലോ? പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ഏതാ? സോഡിയം മെറ്റലായിട്ടുള്ള റിയാക്ഷൻ.
ethanol reacts with sodium to form, do you remember? ഇത് ഒരു പ്രാവശ്യം നമ്മൾ ബാക്കിലേക്ക് പോകുന്നതിനേക്കാളും ഒരിക്കൽ കൂടെ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് വേണം ഇത് ചെയ്ത് നോക്കാൻ. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡിലെ റിയാക്ഷൻ. ഇത് കണ്ടോ, സോഡിയം എത്തോക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ CH3 CH2 ONA plus H2. ഓക്കെ, അടുത്തത് ആൽക്കലൈൻ KMnO4. ആൽക്കലൈൻ KMnO4 ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. അപ്പൊ എത്തനോള് ഓക്സിഡൈസിങ് ഏജന്റിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താ കിട്ടുക? എത്തനോയിക് ആസിഡ് അല്ലെ, എത്തനോയിക് ആസിഡ് ആയിട്ട് മാറും. ഓൾസോ റൈറ്റ് ദ നെയിം ഓഫ് ദി പ്രോഡക്റ്റ് ഫോംഡ് ഇൻ ഈച്ച് ഓഫ് ദ ബോ റിയാക്ഷൻ. നിങ്ങളോട് റിയാക്ഷൻ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു, കെമിക്കൽ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞു, അതിൻ്റെ കൂടെ പേരും എഴുതാൻ പറഞ്ഞു. പേരറിയാലോ, എസ്റ്റർ ഫോം ചെയ്യുന്നത് ഈഥൈൽ എത്തനോയേറ്റ്, സോഡിയം എത്തോക്സൈഡ് ഫോം ചെയ്യുന്നു, പിന്നെ ഏതാണ് എത്തീൻ ഉണ്ടാവുന്നു, പിന്നെ ഇതിലാണ് എത്തനോയിക് ആസിഡ് ഉണ്ടാവുന്നു ഓരോ റിയാക്ഷനിലും. ക്ലിയർ അല്ലേ? ഓക്കെ, ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് അവിടെ ഇരിക്കട്ടെ. നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. നമ്മൾ ഈ ഒരു എത്തനോയിക് ആസിഡ് മാത്രമല്ലേ പറഞ്ഞുള്ളൂ, അതുകൊണ്ട് ആ ക്വസ്റ്റ്യൻ അവിടെ പെൻഡിങ് വെച്ചു. ഈ ക്വസ്റ്റ്യൻ നോക്കൂ. എ കാർബൺ കോമ്പൗണ്ട് A on heating with concentrated sulfuric acid to form compound B, which on addition of 1 mole of hydrogen gas in presence of nickel catalyst to form compound C. C on combustion in air to form 2 moles of carbon dioxide and 3 moles of water. Identify A, B, C and write their structures. Give chemical equation of the reaction involved. Also write the role of concentrated sulfuric acid in the formation of B from A. ഇത് പറയുകയാണെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ കുറച്ച് ടോപ്പിക് കൂടെ കവർ ചെയ്യാനുണ്ട്. അതിൽ ഈ ഒരു ഭാഗം മാത്രം നിങ്ങൾക്ക് അറിയോ നോക്കൂ. കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായി ട്രീറ്റ് ചെയ്യുമ്പോൾ B കിട്ടുന്നു. ഇതിലാണ് നമ്മൾ പഠിച്ചത് A എത്തനോളാണെന്ന് ആദ്യമേ മനസ്സിലായില്ലേ? A എത്തനോളാണെങ്കിൽ അതിനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡായി ട്രീറ്റ് ചെയ്യുമ്പോൾ B കിട്ടുന്നത് ഏതാ? എത്തീനാണ്. ഈ എത്തീനെ ഒരു ഹൈഡ്രജൻ ഗ്യാസ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, ഡു യു റിമെമ്പർ അഡീഷൻ റിയാക്ഷൻ? ഞാൻ ഇപ്പം ഈ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടോ? അഡീഷൻ റിയാക്ഷൻ, അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ ഇസ് കൺവേർട്ടഡ് ടു സാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. അപ്പോൾ CH2 ഡബിൾ ബോണ്ട് CH2 ഒരു ഹൈഡ്രജൻ മോളിക്യൂൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതെന്തായി മാറും? എത്തീൻ എന്തായി മാറും? ഈഥേനായിട്ട് മാറും അല്ലേ? ഈഥേനായിട്ട് മാറും, ഉറപ്പല്ലേ? Then C on combustion in air to form 2 moles of carbon dioxide and 3 moles of water. നോക്കൂ, CH3 ഈഥേനാണ്, പ്ലസ് O2 gives CO2 പ്ലസ് വാട്ടർ ആണ്, നമുക്ക് ഓൾറെഡി അറിയാം. ബാലൻസ് ചെയ്യാനായിട്ട് ഇവിടെ എത്ര കാർബണാ? 2 കാർബൺ, അതുകൊണ്ട് 2CO2 എന്ന് എഴുതി. ഇവിടെ എത്ര ഹൈഡ്രജൻ? 6 ഹൈഡ്രജൻ. ഇവിടെ എത്ര വാട്ടറേ ഉള്ളൂ? 2 വാട്ടർ, മീൻസ് 2 ഹൈഡ്രജനേ ഉള്ളൂ. 6 ആക്കാൻ 3 എഴുതി. അപ്പോൾ നമുക്ക് ഇതിനെ 2 മോൾ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് 3 മോൾ ഓഫ് വാട്ടർ എന്ന് പറയാലോ. അങ്ങനെയാണെങ്കിൽ നമുക്ക് C എന്താണ്? ഈഥേനാണ്. അപ്പോൾ A എത്തനോൾ, B എത്തീൻ, C ഈഥേൻ. ഇതിനെല്ലാം റിയാക്ഷൻ എഴുതാൻ അറിയാലോ. പിന്നെ എയിൽ നിന്നും B ആവാൻ, അതായത് എത്തനോളിൽ നിന്നും എത്തീൻ ആവാൻ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് യൂസ് ചെയ്തു. അതിൻ്റെ യൂസ് എന്താ? ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ ഡീഹൈഡ്രേറ്റിംഗ് ഏജന്റ്. ക്ലിയർ അല്ലേ? അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കൂ. ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? എ കാർബൺ കോമ്പൗണ്ട് A is widely used as a preservative in pickles. ഇപ്പോൾ നമ്മൾ പഠിച്ചതാണ് പിക്കിൾസ് പ്രിപ്പയർ ചെയ്യാൻ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന കെമിക്കൽ. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ആകെ 2 കോമ്പൗണ്ടിനെ കുറിച്ചേ പഠിച്ചിട്ടുള്ളൂ. ഒന്ന് എത്തനോളിനെ കുറിച്ചും ഇനി ഒന്ന് എത്തനോയിക് ആസിഡിനെ കുറിച്ചും. ഏതാണ് നമ്മൾ പ്രിസർവേറ്റീവ് ആയിട്ട് യൂസ് ചെയ്യുന്നത്? വിനാഗിരി അല്ലേ? വിനീഗർ എന്താ ശരിക്കും? 5 to 8% ഓഫ് എത്തനോയിക് ആസിഡ് ഇൻ വാട്ടർ ആണ് വിനീഗർ. അപ്പോൾ എന്താണ്? C2H4O2 ആണ്. C2H4O2 ആണ്. ഓക്കെ, C2H4O2 ആണ് നമ്മുടെ എത്തനോയിക് ആസിഡ് അല്ലേ? CH3COOH. നോക്കൂ, 2 കാർബൺ, 4 ഹൈഡ്രജൻ, 2 ഓക്സിജൻ. C2H4O2 അത് മനസ്സിലായി. ഒന്നാമത്തെ കേസ് തന്നെ ക്ലൂവിൽ നിന്ന് മനസ്സിലായി അത് എത്തനോയിക് ആസിഡ് ആണ്. ദിസ് കോമ്പൗണ്ട് റിയാക്ട്സ് വിത്ത് എത്തനോൾ. ഈ ഒരു കോമ്പൗണ്ട് എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് B ഫോം ചെയ്യുന്നു. അത് നമ്മൾ പഠിച്ചു അല്ലേ? ഒരു സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് ഏതാ? നമ്മൾ പഠിച്ച സബ്സ്റ്റൻസ് ഏതാ? എസ്റ്റർ, ഉറപ്പല്ലേ? അപ്പോൾ എത്തനോളുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈഥാൽ എത്തനോളായിട്ട് കിട്ടും. ഇനി ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് A.
കോമ്പൗണ്ട് എ കണ്ടുപിടിച്ചു കഴിഞ്ഞു. എത്തനോയിക് ആസിഡ് CH3COOH. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ഓഫ് എ വിത്ത് എത്തനോൾ ടു ഫോം ബി. അപ്പോൾ ഇക്വേഷൻ അറിയാലോ എഴുതാൻ. CH3COOH പ്ലസ് CH3CH2OH ഇൻ പ്രസൻസ് ഓഫ് ആസിഡ് കാറ്റലിസ്റ്റ്, ആസിഡ് എന്ന് എഴുതാം. നമുക്ക് കിട്ടുന്നതാണ് എന്ത്? CH3COOCH2CH3 plus H2. Clear? State the role of presence of acid in this reaction. ഇവിടെ എന്താ? ആസിഡ് വാട്ടറിനെ റിമൂവ് ചെയ്യുന്നു അല്ലേ? ടു അബ്സോർബ് വാട്ടർ ഓർ റിമൂവ് വാട്ടർ ഫ്രം ദ കോമ്പൗണ്ട്. ഹൗ ക്യാൻ വി ഗെറ്റ് എ ബാക്ക് ഫ്രം ബി? ഈ ബിയിൽ നിന്നും എന് തിരിച്ചു കിട്ടണമെങ്കിൽ എ എന്താണ് ശരിക്കും? എ എത്തനോയിക് ആസിഡ് ആണ്. ഇതിൽ എത്തനോയിറ്റിൽ നിന്നും തിരിച്ചു കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? ട്രീറ്റ് ഇറ്റ് വിത്ത് ബേസിലെ ബേസുമായിട്ട് ട്രീറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് റിവേഴ്സ് ഹൈഡ്രോളിസിസ് നടക്കും. റിവേഴ്സ് ഹൈഡ്രോളിസിസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് റിയാക്ഷൻ കിട്ടും. ഹൗ ക്യാൻ എ ബി ഒബ്റ്റെയിൻ ഫ്രം എത്തനോൾ? എത്തനോളിൽ നിന്നും എ എങ്ങനെ കിട്ടും? എ എത്തനോയിക് ആസിഡ് ആണ്. അപ്പോൾ എത്തനോളിൽ നിന്നും എ എങ്ങനെ കിട്ടും? എത്തനോളിൽ നിന്നും എ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഓക്സിഡേഷൻ റിയാക്ഷൻ ചെയ്യണം. CH2OH ആൽക്കലൈൻ KMnO4 അല്ലെങ്കിൽ അസിഡിഫൈഡ് K2Cr2O7 പ്ലസ് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? CH3COOH കിട്ടും. അതാണ് B. ഓക്കെ. നെയിം ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് വെൻ A റിയാക്ട്സ് വിത്ത് വാഷിംഗ് സോഡ. വാട്ട് ഇസ് വാഷിംഗ് സോഡ? കിട്ടിയോ? വാഷിംഗ് സോഡ സോഡിയം കാർബണേറ്റ് ആണ്. കണ്ടോ? സോഡിയം കാർബണേറ്റ് ഡെക്കാഹൈഡ്രേറ്റ് ആണ്. പക്ഷെ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഏതാ? സോഡിയം കാർബണേറ്റ് ആണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഇതൊരു മെറ്റൽ കാർബണേറ്റ് ആണ്. അതിൻ്റെ കൂടെ നമ്മൾ ആസിഡ് റിയാക്ട് ചെയ്യുന്നു. നിങ്ങൾ തന്നെ പറയൂ, ഒരു മെറ്റൽ കാർബണേറ്റും ഒരു ആസിഡും റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 3 പ്രോഡക്റ്റ് കിട്ടും. അതിലൊരു പ്രോഡക്റ്റ് ഒരു ഗ്യാസ് ആണ്. വാട്ട് ഇസ് ദാറ്റ് ഗ്യാസ്? സോൾട്ട്, വാട്ടർ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ്. ഓക്കെ. നെയിം ദ ഗ്യാസ് പ്രൊഡ്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഉത്തരം എന്താ? കാർബൺ ഡൈ ഓക്സൈഡ്. ക്ലിയർ? ഇത്രയും മനസ്സിലായോ? ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടോ? ആ ഒരു ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്ത ശേഷം ഇത് ചെയ്യുമ്പോൾ മനസ്സിലായോ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല, ആകെ 2 പേജ് എക്സ്പ്ലെയിൻ ചെയ്തു. ഇത്രയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുന്നു. വീണ്ടും നോക്കൂ അടുത്തൊരു ക്വസ്റ്റ്യൻ. 3 ക്വസ്റ്റ്യൻ മാത്രമേ ഉള്ളൂ. നോക്ക് കേട്ടോ. ഇവിടെ നോക്കൂ. എ കോമ്പൗണ്ട് എക്സ് having 2 atoms in its molecule turns blue litmus red. ബ്ലൂ ലിറ്റ്മസ് റെഡ് എന്ന് പറഞ്ഞാൽ തന്നെ കോമൺ ആയിട്ട് നമ്മൾ 7ാം ക്ലാസ് തൊട്ട് പഠിച്ചതാണ് അല്ലേ? ബ്ലൂ ലിറ്റ്മസ് റെഡ് ആക്കുന്നത് ഏതാ? ആസിഡ് ആണ്. അപ്പോൾ ഈ പറയുന്നത് ഏതൊരു ആസിഡിനെ കുറിച്ചാണ് നമുക്ക് മനസ്സിലായി. ഇനി 2 കാർബൺ ഉള്ള ആസിഡ് ആണ്, അപ്പോഴേ കിട്ടണം അല്ലേ? പിന്നെ എന്തുകൂടെ പറയുന്നുണ്ട് നോക്കൂ. 5 to 8% of X in water is widely used as preservative. അപ്പോൾ ഇവിടെ എന്താ എക്സ്? എത്തനോയിക് ആസിഡ് ആണ്. വാട്ട് ഇസ് വിനീഗർ? 5 to 8% of എത്തനോയിക് ആസിഡ് ഇൻ വാട്ടർ. ഇനി അതിന്റെ വേറൊരു നെയിം എന്താ? അസറ്റിക് ആസിഡ്. ഐഡന്റിഫൈ ദ കോമ്പൗണ്ട് എക്സ് ആൻഡ് റൈറ്റ് ഇറ്റ് സ്ട്രക്ചർ. എത്തനോയിക് ആസിഡ് CH3COOH. സ്ട്രക്ചർ വരയ്ക്കണോ? CH3 C ഡബിൾ ബോണ്ട് OH. ഇതാണ് എത്തനോയിക് ആസിഡ്. കമ്പയർ ഇറ്റ്സ് pH നേച്ചർ വിത്ത് എ മിനറൽ ആസിഡ്. pH നേച്ചർ എന്താ? pH മിനറൽ ആസിഡിനേക്കാളും കൂടുതലായിരിക്കും. pH സ്കെയിലിൽ തന്നെ ആസിഡിറ്റി വളരെ കൂടുതലാണ്. മീൻസ് സ്ട്രോങ് ആസിഡ് ആണെങ്കിൽ അവരുടെ pH വാല്യൂ വളരെ കുറവായിരിക്കും. വീക്ക് ആസിഡ് ആണെങ്കിൽ നിയർ 7, അതായത് 7ന് താഴെ 6ഓ 5.5 അങ്ങനെ സംതിങ്. അതാണ് വീക്ക് ആസിഡ്. അപ്പോൾ വീക്ക് ആസിഡിന്റെ pH വാല്യൂ സ്ട്രോങ് ആസിഡിനേക്കാളും കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിവിടെ പറയുന്ന ഈ എത്തനോയിക് ആസിഡ് ഒരു വീക്ക് ആസിഡ് അല്ലേ? പാർഷ്യൽ അയണൈസേഷനിലാണ് ഫോം ആവുന്നത് നമ്മൾ പറഞ്ഞല്ലോ. ലെസ് എമൗണ്ട് ഓഫ് H+ ആണ് റിലീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഇതൊരു വീക്ക് ആസിഡ് ആയതുകൊണ്ട് pH വാല്യൂ ഇസ് മോർ ദാൻ എ സ്ട്രോങ് ആസിഡ്. ക്ലിയർ? ദാറ്റ് മീൻസ് എ മിനറൽ ആസിഡ്. ക്ലിയർ? മിനറൽ ആസിഡ് ലൈക്ക് HClO, H2SO4 അങ്ങനെ. ഇനി എക്സ് ഓൺ റിയാക്ടിങ് വിത്ത് ആൽക്കഹോൾ പ്രൊഡ്യൂസ് എ സ്വീറ്റ് സ്മെല്ലിംഗ് കോമ്പൗണ്ട്. കണ്ടോ? വീണ്ടും അതേ തന്നെ ചോദിക്കുന്നു. എക്സ് CH3COOH, അത് CH3CH2OH അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ആൽക്കഹോളുമായി ട്രീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു സ്വീറ്റ് സ്മെല്ലിംഗ് സബ്സ്റ്റൻസ് കിട്ടുന്നു. CH3COOCH2CH3 കിട്ടി പ്ലസ് H2O. നെയിം ദ റിയാക്ഷൻ ആൻഡ് റൈറ്റ് ഇറ്റ്സ് കെമിക്കൽ ഇക്വേഷൻ. റിയാക്ഷന്റെ പേര് എഴുതൂ.
എസ്റ്റർ അല്ലേ ഫോം ചെയ്യണേ, പേരെന്താ, എസ്റ്ററിഫിക്കേഷൻ റിയാക്ഷൻ. ഇക്വേഷൻ നമ്മൾ പഠിച്ച ഇക്വേഷൻ ഏതാണ്, എത്തനോളും എത്തനോയിക് ആസിഡും ആയിട്ടുള്ള റിയാക്ഷൻ. അറിയാലോ, പഠിച്ചു വെക്കുക കേട്ടോ. ഇനി when sodium carbonate is added to X, സോ വീണ്ടും നമുക്ക് അതേ ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റഡ് ആയി വരുന്നത് അല്ലേ, വേറൊരു രീതി ചോദിക്കുന്നു. സോഡിയം കാർബണേറ്റ് XY ട്രീറ്റ് ചെയ്യുമ്പോൾ, അതായത് എത്തനോയിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ എ കളർലെസ് ഗ്യാസ് ഇസ് പ്രൊഡ്യൂസ്ഡ്, ഒരു കളർലെസ് ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. നേരത്തെ ക്വസ്റ്റ്യനിൽ ഏത് ഗ്യാസാണ് നമ്മൾ പറഞ്ഞത്, ഒരു മെറ്റൽ കാർബണേറ്റും ആസിഡും റിയാക്ട് ചെയ്യുമ്പോൾ 3 പ്രോഡക്റ്റ് സോൾട്ട് വാട്ടർ ഒരു ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഗ്യാസ് ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്, വിച്ച് ടേൺസ് ലൈം വാട്ടർ മിൽക്കി. കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഒരു പ്രോപ്പർട്ടിയാണ് ലൈം വാട്ടർ. ലൈം വാട്ടറിന്റെ ഫോർമുല CaOH2. ഈ ലൈം വാട്ടറിലൂടെ നമ്മൾ കാർബൺ ഡൈ ഓക്സൈഡ് പാസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതാണ് കാൽഷ്യം കാർബണേറ്റ് ആൻഡ് വാട്ടർ. ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇത് തന്നെയാണ് നമ്മൾ വൈറ്റ് വാഷിംഗ് സമയത്ത് നടക്കുന്നത്. കാൽഷ്യം ഹൈഡ്രോക്സൈഡിന്റെ സൊല്യൂഷൻ ആയിരിക്കുമല്ലോ. വിച്ച് സൊല്യൂഷൻ ഈസ് യൂസ്ഡ് ഫോർ വൈറ്റ് വാഷിംഗ്, കാൽഷ്യം ഹൈഡ്രോക്സൈഡ്. അത് ഏതിന്റെ വാട്ടറിലെ സൊല്യൂഷൻ ആണ്, കാൽഷ്യം ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തപ്പോൾ ഉണ്ടായതാണ്. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള ഓക്സിജനെ എല്ലാം കാർബൺ ഡൈ ഓക്സൈഡിനെല്ലാം അബ്സോർബ് ചെയ്ത് ഒരു വൈറ്റ് ഷൈനിങ് ലെയർ ഫോം ചെയ്യും. അതേ തന്നെയാണ് when you pass carbon dioxide through lime water, a clear solution of lime water, അതെന്താവും, ഒരു വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് ഫോം ചെയ്യും. അതാണ് കാൽഷ്യം കാർബണേറ്റ്. അതാണ് ലൈം വാട്ടർ മിൽക്കി എന്ന് പറയുന്നത്. Write the chemical equation for the reaction giving the name of salt produced. ഇവിടുത്തെ സോൾട്ട് ഏതാ, ഈ സോഡിയം കാർബണേറ്റും XY ആയിട്ടുള്ള റിയാക്ഷനിൽ സോൾട്ട് സോഡിയം അസറ്റേറ്റ് പ്ലസ് വാട്ടർ പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ്. മനസ്സിലായോ? ഇനി ആ കാർബൺ ഡൈ ഓക്സൈഡ് CaOH2 ആയിട്ടുള്ള റിയാക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതണം, CaOH2 പ്ലസ് CO2 gives CaCO3 പ്ലസ് H2O. മനസ്സിലായ? കിട്ടുന്നുണ്ടോ? ഓക്കെ, നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവണം എന്നാണ് ഞാൻ മനസ്സുകൊണ്ട് വിചാരിക്കുന്നത്. നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാം, കൂടെ ഇരുന്ന് പഠിക്കാം. ഓക്കെ, ഇനി അടുത്തത് നോക്കൂ. ഈ ഒരു ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, എ സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് A with 2 carbon atom belongs to the homologous series of alcohol. ക്ലൂവിൽ നിന്ന് തന്നെ മനസ്സിലാകണം, 2 കാർബണുള്ള ആൽക്കഹോൾ എന്ന ഹോമോലോഗസ് സീരീസിലെ ഒരു മെമ്പറാണ്. അതൊരു സാച്ചുറേറ്റഡ് ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഏതാ, നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്, CH3 CH2OH, എത്തനോൾ. ഓൺ ഓക്സിഡേഷൻ, എത്തനോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ഇറ്റ് ഫോംസ് എൻ ഓർഗാനിക് ആസിഡ്. എത്തനോൾ ഓഫ് കോഴ്സ് ഓക്സിഡൈസ് ചെയ്താൽ എന്ത് ആസിഡാണ് കിട്ടുക, എത്തനോയിക് ആസിഡ് അല്ലേ, CH3COOH. അതിൻ്റെ മോളിക്കുലർ മാസ് 60U ആണ്. നമുക്ക് അത് കണ്ടെത്തി കഴിഞ്ഞാൽ 60U ആണെങ്കിൽ പ്രശ്നം തീരുമല്ലോ. എന്താ 60U ആണോ നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ. നോക്കൂ, കാർബൺ എത്ര കാർബൺ, 2 കാർബൺ. സോ 12 × 2, അറ്റോമിക് മാസ് ഓഫ് കാർബൺ 12. 12 × 2 24. ഹൈഡ്രജൻ എത്ര എണ്ണം ഉണ്ട്, 4 എണ്ണം. അപ്പോൾ 1 × 1 1 × 4 4. ഇനി ഓക്സിജൻ എത്ര എണ്ണം ഉണ്ട്, 2. സോ 16 × 2 32. ഇനി ആഡ് ചെയ്ത് നോക്കൂ, 32 4 36. 36 20 56. 56 4 60. ഇപ്പം കിട്ടിയില്ലേ 60U. അതുകൊണ്ട് നമുക്ക് കിട്ടിയ ഈ കോമ്പൗണ്ട് ഏത് തന്നെയാണ്, B എന്ന കോമ്പൗണ്ട് ഏത് തന്നെയാണ്, എത്തനോയിക് ആസിഡ്. A എന്താ, എത്തനോൾ. ഇനി ഈ Aനെ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ അറ്റ് 443 Kelvin ആൻ അൺസാച്ചുറേറ്റഡ് C is formed. നമ്മൾ പഠിച്ചിട്ടുള്ളതല്ലേ, എത്തനോൾ കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡുമായിട്ട് ട്രീറ്റ് ചെയ്യുമ്പോൾ CH3 CH2OH on treating with the concentrated H2SO4. Concentrated H2SO4 മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ. CH2 double bond CH2 unsaturated hydrocarbon and water is formed. കിട്ടിയ, മനസ്സിലായ? ഇനി അപ്പോൾ അൺസാച്ചുറേറ്റഡ് കോമ്പൗണ്ട് C എന്താണ്, എത്തീനാണ്. അപ്പോൾ ഓരോന്നും എടുത്തെഴുതണം. എത്തനോൾ CH3 CH2OH, B എത്തനോയിക് ആസിഡ് CH3COOH, C എത്തീൻ എന്ന് എഴുതണം. ഓക്കെ അല്ലേ, ക്ലിയർ? ഇനി അടുത്തത് നോക്കൂ. കാൽക്കുലേറ്റ് ദ മോളിക്കുലർ മാസ് ഓഫ് CH2 ഡബിൾ ബോണ്ട് CHന്റെ മോളിക്കുലർ മാസ് ചോദിക്കുന്നു. എത്ര കാർബൺ, 2. 12 × 2
എത്ര ഹൈഡ്രജൻ? 4. 1 × 4 24 + 4 28U. ഇതെല്ലാം നിങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് എഴുതണം. ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നു എന്ന് മാത്രം കേട്ടോ. ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോകുന്നേ ഉള്ളൂ. യു ഹാവ് ടു റൈറ്റ് നീറ്റ്ലി. ഓക്കെ, ക്ലിയർ? അപ്പോൾ 28U. വാട്ട് ഹാപ്പൻസ് വെൻ എ പിഞ്ച് ഓഫ് സോഡിയം കാർബണേറ്റ്, ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ മൂന്നാമത്തെയാണ് ചോദിക്കുന്നത് അല്ലേ, ഈസ് ആഡഡ് ടു കോമ്പൗണ്ട് ബി. കോമ്പൗണ്ട് ബി എത്തനോയിക് ആസിഡ് ആണ്. അതിലേക്ക് സോഡിയം കാർബണേറ്റ് ആഡ് ചെയ്യുമ്പോൾ എന്താണ് ഒബ്സർവ് ചെയ്യുന്നത്? വാട്ട് ഹാപ്പൻസ്? നിങ്ങൾ എന്ത് പറയണം? When pinch of sodium carbonate is treated with ethanoic acid, we will get 3 products, 1 salt, that is sodium ethanoate, and water and carbon dioxide. Alle chemical equation CH3 COOH plus Na2CO3 gives CH3COONA plus H2O plus CO2. Clear? Okay. Draw the electron dot structure of the compound B. Electron dot structure വരയ്ക്കാൻ കുറച്ച് പാടായിരിക്കാം, എന്നാലും നമ്മൾ വരയ്ക്കാൻ പഠിക്കുകയാണ്. CH3 അല്ലേ, കാർബണിൻ്റെ 4 ഇലക്ട്രോൺ ഇങ്ങനെ ഷെയർ ചെയ്യാൻ നിൽക്കുകയാണെ. ഈ കാർബണിൻ്റെ 1 ഇലക്ട്രോണായിട്ട് ഷെയർ ചെയ്തു, ബാക്കി ഹൈഡ്രജൻ ആറ്റുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ CH3 വന്നു, CH3 ആയി. ഇതാണ് നമ്മുടെ CH3 എന്ന പാർട്ട്. ഇനി CH3COO അല്ലേ, ഇവിടെ കാർബണിൻ്റെ 2 എണ്ണം ഓക്സിജൻ ആറ്റുമായിട്ടാണ് ഷെയർ ചെയ്യുന്നത്. ഇവിടെ ഒരു OH ആണ് കേട്ടോ, 2 4 5 6. ഇതിവിടെ ഒരു ഹൈഡ്രജനും. അപ്പം ഇതിലത്തെ OHൽ H ഇങ്ങനെ, കാർബണിൽ 8 എണ്ണം വേണ്ടേ, 2 4 ഈ രീതിയിൽ. ഇവിടെ 2 4 6 8. ഇവിടെ ഇത് രണ്ടും ഓക്സിജൻ്റെ ആണ് കേട്ടോ, അത് 2 ഓക്സിജൻ്റെ ആണ്. കുറേ ആയിപ്പോയി, സോറി. ഇത് ഓക്സിജൻ്റെ. ഇനി ഇത് ഓക്സിജന് കണ്ടോ, ഇവിടെ സൈഡിൽ 2 എണ്ണം, ഇവിടെ 2 എണ്ണം, ഇവിടെ 4, അപ്പം 8 ആയി. ഇനി ഇതിനെ കൂടെ എല്ലാം ചേർത്ത് വരയ്ക്കാം ഈ രീതിയിൽ കേട്ടോ. ഇതാണ് നമ്മുടെ സ്ട്രക്ചർ. CH3COO CH3COOH COOH. ഓക്കെ, ക്ലിയർ അല്ലേ? ഇതാണ് അതിൻ്റെ സ്ട്രക്ചർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നീറ്റായിട്ടൊന്ന് വരച്ച് നോക്കുക കേട്ടോ. ഇനി എന്താ, അത്രയേ ഉള്ളൂ. വാട്ട് ഈസ് എ ഹോമോലോഗസ് സീരീസ് ഓഫ് കാർബൺ കോമ്പൗണ്ട്സ്? Write the name and formula of 3 consecutive members of the homologous series of functional group COOH. ഉത്തരം പറഞ്ഞു പോട്ടെ. HCOOH ഫസ്റ്റ് മെമ്പർ, CH3COOH സെക്കൻഡ് മെമ്പർ, CH2COOH തേർഡ് മെമ്പർ. ഓക്കെ, മെത്തനോയിക് ആസിഡ്, പ്രൊപ്പനോയിക് ആസിഡ്. Write the name of 2 carbon compounds in which carbon atoms are arranged in the form of a ring. Draw the structure of any of the 2. ഏതെങ്കിലും രണ്ട് കാർബൺ കോമ്പൗണ്ട്സ് which carbon atoms are arranged in the form of a ring. നിങ്ങൾക്ക് 3 കാർബൺ ഉള്ളത് വരയ്ക്കാം. സൈക്ലോപ്രോപ്പെയിൻ എല്ലാത്തരം 2 ഹൈഡ്രജൻ വെച്ചിട്ട് C3H6 എന്ന ഫോർമുല വരാം. ഓക്കെ, അല്ലെങ്കിൽ സൈക്ലോബ്യൂട്ടൈൻ വരയ്ക്കാം, C4H8 എന്ന് വരും. അങ്ങനെ ഏതെങ്കിലും ഒരു സൈക്ലിക് സ്ട്രക്ചർ വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതിൽ പറഞ്ഞിരിക്കുന്നത് എന്ന് നോക്കൂ. Write the name of 2 carbon compounds in which carbon atoms are arranged in the form of a ring. Draw the structure of any one of the 2. നമ്മൾ രണ്ടും വരച്ചു. ക്ലിയർ അല്ലേ? മനസ്സിലായോ? നോക്കൂ, നെയിം ആൻ ആൽക്കഹോൾ ആൻഡ് കാർബോക്സിലിക് ആസിഡ് ഹാവിംഗ് 2 carbon atom in their structure. ethanol 2 carbon, ethanoic acid 2 carbon. Draw their structure വരയ്ക്കാൻ അറിയില്ലേ? And state how this alcohol can be converted to carboxylic acid, treating with oxidizing agent. What happens when these 2 compounds react in the presence of an acid? When these 2 react together, we will get a pleasant smelling substance, sweet smelling substance, ester. Write chemical equation of the reaction involved in 2 cases mentioned above. ആദ്യം ethanoic acid ആവുന്നത് റിയാക്ഷൻ പറയുന്നു. ആൽക്കഹോൾ അല്ലേ, CH3CH2OH in presence of alkaline KMnO4 or acidified K2Cr2O7 gives CH3COOH.
ഇത് രണ്ടും മിക്സ് ചെയ്യുകയാണെങ്കിൽ CH3COOH പ്ലസ് CH3CH2OH ഗീവ്സ് എന്താണ് CH3COOCH2CH3 ഈഥാൽ എത്തനോയേറ്റ് പ്ലസ് H2O. അത്രയും മനസ്സിലായോ? അപ്പോൾ നമ്മൾ 2 ടോപ്പിക്ക് നമ്മൾ കവർ ചെയ്തു. എത്തനോളും എത്തനോയിക് ആസിഡും അതിൻ്റെ കണക്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്ത്. ഒരു 4-5 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഇതെല്ലാം മനസ്സിലായോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഈ ഒരു മെത്തേഡ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, അവരും പഠിക്കട്ടെ, നിങ്ങളും നന്നായി പഠിക്കും. നിങ്ങളുടെ എക്സാമിന് ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു.